കൃഷ്ണ, ഗുരുവായൂരപ്പ, ഉണ്ണിക്കണ്ണ, വെണ്ണക്കണ്ണ. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണനെ ഉണ്ണിക്കണ്ണ, വെണ്ണക്കണ്ണ ഇങ്ങനെ തന്നെ വിളിച്ച് ശീലമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത് പറയാവുന്നത്. കാരണം എനിക്ക് ഉണ്ണിക്കണ്ണനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രത്തോളം ഒരു വാത്സല്യമാണ്. അത് ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയതല്ല. കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കണ്ണനായിട്ട് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരന്തരം ഒരാൾക്ക് ഇങ്ങനെ ഫോൺ ചെയ്ത് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ കണ്ണനുമായിട്ടുള്ളൊരു ബന്ധം. അതിങ്ങനെ നിരന്തരം ഇങ്ങനെ സംസാരിക്കും തോറും പിന്നെ എനിക്ക് കണ്ണനോട് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. സ്വാഭാവികമായിട്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ഒരാൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കിട്ടിയ മുതൽ പിന്നെ ഞാൻ കണ്ണനോട് ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പൊതുവേ പുറത്തുള്ള ഒരാൾ കണ്ടാൽ പറയും എന്തോ ഒരു പിരി ലൂസാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഒരാൾ കേൾക്കും സംസാരിക്കാതെ കണ്ണനുമായിട്ട് ഒറ്റയ്ക്കൊരു നേരം കുറച്ച് സമയം നമ്മളൊന്ന് സംസാരിക്കുക, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ വേദനകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ക്രമേണ നമുക്കൊരാളുണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും ഇത് കണ്ണനൊന്നും കേൾക്കുന്നില്ല, പക്ഷെ മൂപ്പര് കേൾക്കുന്നത് കൊണ്ടാണല്ലോ പിന്നെ നമുക്ക് പിന്നെയും അങ്ങനെ പറയാൻ തോന്നുന്നത്. ഒരാൾ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ജീവിത പ്രയാസങ്ങൾ നിറഞ്ഞൊരു ജീവിതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ പ്രയാസങ്ങൾ നമുക്ക് ഒരിക്കലും വിചാരിച്ചാൽ അത് മാറ്റി കിട്ടണമെന്നില്ല. പക്ഷേ ഭഗവാനുമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ.